സോ ഹായ് ഓൾ, നമ്മളിന്ന് ലിങ്ക്ഡിൻ്റെ കുറച്ച് ഹാക്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ലിങ്ക്ഡിനിൽ കൂടെ എനിക്ക് എങ്ങനെയാണ് ഈ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത്, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റിക്രൂട്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പിന്നെ നമ്മളെങ്ങനെയാണ് ലിങ്ക്ഡിനെ കാണേണ്ടത്, നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എങ്ങനെയായിരിക്കണം, അതിനെ പറ്റിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യേണ്ടത് മെയിനായിട്ട്. സോ എങ്ങനെയാണ് നമ്മൾ ലിങ്ക്ഡിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? സോ ലിങ്ക്ഡിനെ നമ്മൾ ചുമ്മാ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ നമ്മൾ സ്നാപ്ചാറ്റൊക്കെ യൂസ് ചെയ്യണ പോലെ അങ്ങനെ യൂസ് ചെയ്യാതെ ലിങ്ക്ഡിന് നമ്മുടെ ഒരു പേഴ്സണൽ റെസ്യൂമേ പോലെ തന്നെ കാണാം. ഒന്നല്ല നമ്മുടെ പേഴ്സണൽ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ റെസ്യൂമേ പോലെ തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. കാരണം ഇത് കാണുന്നത് വലിയ വലിയ റിക്രൂട്ടേഴ്സ് ആയിരിക്കാം, പ്രൊഫഷണലായ ആൾക്കാരായിരിക്കാം. സോ നമ്മളാരാണ്, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ എടുത്തു കാണിക്കാൻ ശ്രമിക്കേണ്ടത്. സോ നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാലോചിക്കുക, വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഒരു ലിങ്ക്ഡിൻ വർത്തി ആയിട്ട് നമുക്ക് എങ്ങനെ മാറ്റാം, നമ്മളെങ്ങനെ ലിങ്ക്ഡിനിക്ക് ഈ നമ്മൾ ചെയ്ത വർക്ക് ഷോക്കേസ് ചെയ്യാം എന്നൊക്കെ. സോ നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ആയി തന്നെ മാറ്റണം, എന്നിട്ടാണ് ലിങ്ക്ഡിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെ ലിങ്ക്ഡിൻ കൂടുതൽ നന്നാക്കാം എന്നുള്ള പറ്റി ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. സോ നിങ്ങളത് എന്തായാലും റെഫർ ചെയ്ത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. കാരണം അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾക്കൊരു നല്ല പ്രൊഫൈലും ഒരു കുഴപ്പമില്ലാത്ത റെസ്യൂമി ഉണ്ടെങ്കിൽ ഒരു ഫ്രഷർ എങ്ങനെ നമ്മൾ റിക്രൂട്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് കൂടുതൽ ചാൻസസ് നമുക്ക് കിട്ടുക, അതിനെപ്പറ്റിയാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. സോ നമുക്ക് ലിങ്ക്ഡിൻ നമ്മുടെ ഹാക്സ് നോക്കാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. സോ ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞ പോലെ പ്രൊഫൈൽ സെറ്റിങ്ങിനെ പറ്റി ഞാൻ അധികം പറയുന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇത് പറയാം. ഈ ബാനർ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് നമ്മുടേതായ പേഴ്സണലൈസ്ഡ് ബാനർ ആക്കാൻ നോക്കണം. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കണം ആർക്കാണെങ്കിൽ നമ്മളിതിൽ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നമ്മളിത് കാര്യമായിട്ടാണ് എടുത്തിട്ടില്ല എന്ന് കാണിക്കാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ അപ്രോച്ച്, നമ്മുടെ പെർസ്പെക്റ്റീവ് മാറ്റി നമ്മുടെ ഒരു വെബ്സൈറ്റ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമേ പോലെ കാണാം. അപ്പോൾ ഈ ബാനറിൻ്റെ ക്യാൻവയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കയറി നിങ്ങളുടെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കാം. ലൈക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനും ബെറ്ററായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. സോ നിങ്ങൾ ഏതെങ്കിലും ചൂസ് ചെയ്ത് നിങ്ങളൊരു ബാനർ സെറ്റ് ചെയ്യാം. അതിൻ്റെ അബൌട്ട് സെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ പോലെ നല്ല നല്ല യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, നിങ്ങളത് കണ്ട് റെഫർ ചെയ്ത് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ആക്കുന്നതിനെ പറ്റി കൂടുതൽ നോക്കാം. പിന്നെ നമ്മൾ എന്താണ് ചെയ്യാന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് കമ്പനീസിനെയാണ് ആദ്യം നോക്കണമെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ പേരും റിക്രൂട്ടർ എന്നും കൂടി ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ വൈറ്റ് റാബിറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ, ഞാൻ ഈ കമ്പനിയിൽ നോക്കിയിരുന്നു. അപ്പോൾ വൈറ്റ് റാബിറ്റ് ഗ്രൂപ്പ്, അപ്പോൾ തന്നെ ഈ കമ്പനീനെ പറ്റി വന്നു. അപ്പോൾ നമ്മൾ റിക്രൂട്ടർ അല്ലെങ്കിൽ HR എന്നടിച്ചാൽ മതി, അത് നമുക്ക് സെർച്ച് ചെയ്യാം. ഈ സെർച്ച് ചെയ്യുമ്പോൾ ഇതിലത്തെ ഇതേ കണ്ടോ, റിക്രൂട്ടർ, അതേപോലത്തെ റോൾസിലുള്ള ആൾക്കാരെ പറ്റി വരും. സോ HR ഇവർ വന്നു. സോ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും കമ്പനിയുടെ പേര് അടിച്ച് നമ്മൾ നോക്കുന്ന കമ്പനിയുടെ പേര് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ റിക്രൂട്ടറിനെ കൂടി നോക്കുക. സോ അനുശ്രീ വന്നു. സോ ഇവിടുത്തെ ഒരു HR ആണ്, അത് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ ഇവർക്ക് എടുത്തിട്ട് ഒരു പേഴ്സണലൈസ്ഡ് മെസ്സേജ് അയക്കാം. സോ നമ്മൾ ഇവരുടെ കമ്പനിയുടെ ഇതിൽ നോക്കുമ്പോൾ കാണാം ഇങ്ങനെ കുറേ പേര് ഇതിപ്പോൾ ഇവർ വെൽക്കം ഓൺ ബോർഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുള്ളത്. സോ പുതിയ റിക്രൂട്ടിൻ്റെ. അപ്പോൾ നമ്മൾ ഇവരുടെ പ്രൊഫൈൽ എടുത്തിട്ട് ഇവർക്കൊരു മെസ്സേജ് അയക്കുക. അതിന് മുമ്പ് ഇവരായിട്ട് കണക്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റൂ. സോ എങ്ങനെയാണ് ഒരു റിക്രൂട്ടറിന് മെസ്സേജ് അയക്കേണ്ടത്, അതിനുള്ളൊരു ഫോമാറ്റാണ് ഞാൻ ഇനി പറയുന്നത്. സോ നമ്മൾ റിക്രൂട്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരായിട്ട് ആദ്യം കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കണക്ഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ അവർ കണക്ഷൻ അക്സെപ്റ്റ് ചെയ്യാനാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ബാനറും ആ ബാക്കിലുള്ള ആ ബാനറും നിങ്ങൾക്കൊരു HD ആയിട്ടുള്ള നല്ലൊരു പ്രൊഫൈൽ പിക്ചറും പിന്നെ നിങ്ങളെപ്പറ്റി ഒരു അബൌട്ട് എഴുതിയിട്ട് കുറച്ച് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്ത് ആ പ്രൊഫൈൽ കുറച്ച് റിച്ച് ആക്കി വയ്ക്കുക. സോ ഈ റിക്രൂട്ടേഴ്സ് നോക്കുമ്പോൾ അവരും നിങ്ങളെ കണക്ട് ചെയ്യും. കാരണം അവർക്കൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെന്ന് വിചാരിച്ച് അവരും കണക്ട് ചെയ്യും. സോ ഇനി നമുക്കൊരു മെസ്സേജ് അയക്കാം അവർക്ക്. സോ ഈ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൊരു ടെംപ്ലേറ്റ്. സോ ഇതെന്നെ ഫോളോ ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ ഇതൊരു നല്ലൊരു ഇതാണ്. സോ ഹായ്, പിന്നെ ആ നെയിം ആ റിക്രൂട്ടറിൻ്റെ, ഇപ്പോൾ അനുശ്രീയോ എന്താണെന്ന് വെച്ചാൽ അതേപോലെ. അപ്പോൾ ആ പേര് ഹായ് ആ റിക്രൂട്ടറിൻ്റെ പേര്, അല്ലെങ്കിൽ ഡിയർ ആ റിക്രൂട്ടറിൻ്റെ പേര്, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഐ റീസെൻ്റ്ലി കെയിം അക്രോസ് ദ പോസ്റ്റ് ഓഫ് ദ റീസെൻറ്റ് ഹയർ ആൻഡ് ഐ വാസ് ഹാപ്പി ടു സീ യുവർ നെയിം മെൻഷൻ യുവർ കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് അവർ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്തപ്പോൾ അതിൽ 2 പേരെ പുതിയ ഹയർ ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ആ പോസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം അവരെ. അത് കഴിഞ്ഞിട്ട്
നമ്മൾ ഇതേപോലത്തെ ഇതിന് പകരം നമ്മളും ഒരു ജോബ് സെർച്ച് ജേർണിയിലാണ്. ഈ പൊസിഷനാണ് നമുക്ക് ആവശ്യം, ഇതേ ഒരു ഫോമാറ്റിൽ ഫോളോ ചെയ്ത് ഇതിടുക. സോ ഇതിന് മാറ്റിയിട്ട് നിങ്ങൾ ഏത് പൊസിഷനാണ് നോക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഇടുക. സോ അത് കഴിഞ്ഞ് നിങ്ങളുടെ റെസ്യൂമേ, ഐ എം അറ്റാച്ചിങ് മൈ റെസ്യൂമേ വിത്ത് ദിസ് മെസ്സേജ്, ടെക്സ്റ്റ്, ഇമെയിൽ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നിങ്ങളുടെ റെസ്യൂമേ കൊണ്ട് അറ്റാച്ച് ചെയ്ത് ഇങ്ങനത്തെ മെസ്സേജസ് അയക്കുക. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. ഇപ്പോൾ ബാക്കിയുള്ളവർ ഇവരെ കമ്പനീസിൻ്റെ ഇതിൽ കൂടെ വെറുതെ ലിങ്ക്ഡിൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ജോബ് പോസ്റ്റിങ്ങിൽ അപ്ലൈ ആവും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ സഹായിക്കും. അപ്പോൾ എൻ്റെ ലിങ്ക്ഡിനിൽ ഞാൻ ഇതിങ്ങനെയാണ് അവർക്ക് മെസ്സേജ് അയച്ചത്. സെയിം ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട്, ഹായ്, റീസെൻ്റ്ലി കെയിം അക്രോസ് ദിസ് പോസ്റ്റ് ജേണി. സോ എനിക്ക് വേണ്ട ഇൻറ്റേൺഷിപ്പ് റോൾ അല്ലെങ്കിൽ ജോബ് റോൾ നമുക്ക് കൊടുത്തിട്ട്, സോ എനിക്കിത് തിരിച്ച് റിപ്ലൈ തന്നു. അതിന് ഞങ്ങൾ കണക്ട് ചെയ്തു. സോ അങ്ങനെയാണ് ഇവരുടെ ഇൻ്റർവ്യൂ കിട്ടുക. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതേ ഫോമാറ്റിൽ ഞാൻ വേറൊരു കമ്പനിയുടെയും വേറൊരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, വേറൊരു കമ്പനി ഹബ്സ്പേ എന്ന് പറഞ്ഞ കമ്പനി. ഇനി നമ്മളിതിലും HR ഇങ്ങനെ സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു HR വന്നു. സോ നമ്മൾ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. സെയിം ടെംപ്ലേറ്റ്, ഹായ് റൂബി. ഇപ്പോൾ നമ്മൾ ഇവരെ പേര് വിളിക്കുന്നുണ്ട്, ഒന്നല്ലെങ്കിൽ ഹായ് മാം എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇവരെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സോ നമ്മളത് പേര് വിളിച്ചുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഹായ് റൂബി, ഐ റീസെൻ്റ്ലി കെയിം അക്രോസ്, അതേ ടെംപ്ലേറ്റ് തന്നെ, പക്ഷേ ഇതിനനുസരിച്ച് നമ്മൾ മാറ്റി ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച്. എന്നിട്ട് എൻ്റെ മെയിൽ ID എൻ്റെ റെസ്യൂമേ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. സോ ഇവരും കോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ആൻഡ് നമ്മളെ കണക്ട് ചെയ്യാൻ സഹായിച്ചു. അപ്പോൾ ഇതേപോലെ നമ്മൾ റിക്രൂട്ടേഴ്സിന് ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അവരിൽ നിന്ന് റെസ്പോൺസ് കിട്ടാനും ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. സോ എനിക്ക് എങ്ങനെയാണ് വേറൊരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ വെറുതെ ലിങ്ക്ഡിനിൽ എല്ലാവരുമായിട്ടും കണക്ട് ചെയ്യും. നല്ല നല്ല പൊട്ടൻഷ്യലായ ആൾക്കാരെ കാണുമ്പോൾ അവർക്കൊക്കെ നമ്മൾ മെസ്സേജ് അയച്ച് കണക്ട് ചെയ്യും. സോ അതേപോലെയാണ് ഞാൻ ഈ ഒരു പ്രൊഫൈൽ കണ്ടിട്ട് പുള്ളീനെ കണക്ട് ചെയ്തത്. സോ പുള്ളിയുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ വളരെയധികം കമ്മ്യൂണിറ്റിയിൽ ഇതായിട്ടുള്ള ആളാന്ന് തോന്നി, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഫൈലിൽ കണക്ട് ചെയ്തിട്ട് പുള്ളിയുടെ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കി. ഇതിങ്ങനെ ഇവിടെയാണ് നമുക്ക് പോസ്റ്റുകൾ കാണാം, ഈ ആക്ടിവിറ്റീസിൽ പോയിട്ട്. സോ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആളുടെ പേര് ഞാൻ കാണിക്കുന്നില്ല, കാരണം പുള്ളി മറ്റൊരു പോലെ റിക്രൂട്ടർ അല്ല, പുള്ളി ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ബ്ലർ ചെയ്യേണ്ട പേര്. സോ ഈ പോസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുള്ളിക്കൊരു പേഴ്സണലൈസ്ഡ് മെസ്സേജ് അയച്ചു. ഇത് കണ്ടിട്ട് സെയിം മറ്റേ ഞാൻ യൂസ് ചെയ്ത ടെംപ്ലേറ്റിൽ തന്നെ. സോ സാറിൻ്റെ ഇങ്ങനത്തെ ഒരു പുതിയ പോസ്റ്റ് ഞാൻ കണ്ടു. സോ അതിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ മീറ്റ് മൈ ഡേ, അത് നല്ല കാര്യമായിരുന്നു. എന്നിട്ട് എൻ്റെ ജോബ് സെർച്ച് ജേർണിയിൽ എൻ്റെ റെസ്യൂമേ ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചിട്ട് ഇവരും നമ്മളായിട്ട് കണക്ട് ചെയ്തു. സോ പുള്ളിയുടെ വേറൊരു കമ്പനിക്ക് റെഫർ ചെയ്ത് അങ്ങനെ എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയുടെ ഇത് വന്നത്. സോ ഇതേപോലെ നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് ലിങ്ക്ഡിനിൽ നമ്മൾ ജോബ് പോസ്റ്റുകൾക്ക് വെറുതെ ലിങ്ക്ഡിൻ അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ. അപ്പോൾ അങ്ങനെ ചെയ്യാനും പറ്റും. സോ അത് ചെയ്യാതെ നമുക്ക് ഇങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ട് റിക്രൂട്ടേഴ്സിന് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും കാര്യങ്ങളും കൂടുതൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ ലിങ്ക്ഡിനിൽ നമുക്കിവിടെ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കിയറിയാം, ജോബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ അതിൽ കയറി നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും നമ്മൾ കൊടുത്തിട്ടുള്ളതിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട്. സോ ബാംഗ്ലൂർ ബാക്ക്-എൻഡ് എന്ന് പറഞ്ഞ ഡെവലപ്പർ. സോ നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഇത് പോസ്റ്റ് ചെയ്ത ആളുടെ ഇത് കാണാം, മീറ്റ് ദ ഹയറിംഗ് ടീം. അപ്പോൾ പോസ്റ്റ് ചെയ്ത ആൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ നമ്മളവിടെ നമ്മളുടെ പ്രൊഫൈൽ വെറുതെ റെസ്യൂമേ മാത്രം അവിടെ ചെയ്തു, നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്തു. അതുപോരാതെ ഇവിടെയും അവരായിട്ട് ഇതേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്തു. ഇനി അവരിത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ടെംപ്ലേറ്റിലൊരു മെസ്സേജ് ചെയ്യാം. സോ കുറേ ഇപ്പോൾ നിങ്ങൾ വളരെയധികം നിങ്ങളത് ആ കമ്പനി തന്നെ വേണം നിങ്ങൾക്ക് ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അവർ റിപ്ലൈ തന്നില്ല, റിക്രൂട്ടേഴ്സ് റിപ്ലൈ തരില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വേറെ പോസ്റ്റുകൾ കാണുമ്പോഴോ ഒക്കെ അവർക്ക് വീണ്ടും ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വേറെ മെസ്സേജ് അയക്കുക, ഇത് അവർ സീൻ ചെയ്തില്ലെങ്കിൽ വേറെ മെസ്സേജ് അയക്കുക. സർ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കണ്ടു, നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് വെറുതെ ഒരു ആർട്ടിക്കിൾ ഷെയർ ചെയ്യുക, കുറച്ച് വാല്യൂ ആഡ് ചെയ്യുന്നത്. സോ അവർക്കിത് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടും അവരുടെ നിന്ന് ഒരു റിപ്ലൈ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു
അവരും തീരെ ഫോളോ അപ്പ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഹോപ്പ് പോലെ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാം. ഹേ, ഐ ഹവ് ബിൻ ട്രൈങ് ടു റീച്ച് യു ഔട്ട് ഫോർ എ വൈൽ. ഐ അണ്ടർസ്റ്റാൻഡ് യു മസ്റ്റ് ബി വെരി ബിസി പേഴ്സൺ. ജസ്റ്റ് റിപ്ലൈ മീ വിത്ത് എ നോ. സോ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് വർക്കൗട്ട് ആവും. കാരണം വളരെ ചെറിയ ചാൻസാണ്, എന്നാലും അത് വർക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. സോ അവർക്ക് തോന്നും നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അവർക്ക് നമുക്ക് തോന്നിയത് നമുക്ക് അവരൊരു ടൈം തരും, ചിലപ്പോൾ തിരിച്ചൊരു മെയിൽ കിട്ടാം. സോ അങ്ങനെയും നമുക്ക് റിക്രൂട്ടേഴ്സായിട്ട് കണക്ട് ചെയ്യാം. ലൈക്ക് നമുക്ക് അത്രയും നിങ്ങൾക്ക് ആ കമ്പനീനെ ഫോളോ അപ്പ് ചെയ്യണം, ആ കമ്പനി എന്നെ പെർസ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിക്രൂട്ടറിൽ നിന്ന് ഒരു റെസ്പോൺസ് ആരെയൊന്നും കിട്ടണില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കൂടി ലാസ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ലിങ്ക്ഡിനെ പറ്റി ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് കിട്ടി, അത് യൂസ്ഫുൾ ആവണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. ആൻഡ് വേറെ ജോബ് സെർച്ച് ചെയ്യണതിലുള്ള വേറെ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ ജോബ്സൊക്കെ നോക്കണ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പറ്റുവെച്ചാൽ എനിക്ക് വോട്ട് ചെയ്യാം. വേറെ ഇപ്പോൾ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം.